പാർലറിൽ പോവാൻ അഫോർഡബിൾ ആവാത്തവരും പാർലറിൽ പോവാൻ ഇഷ്ടമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരു അടിപൊളി ഒരു ഗ്ലോയി ലുക്കൊക്കെ ആ ഫംഗ്ഷനുള്ള ഡേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പാക്കാണ്. നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ സ്കിന്ന്. ഇതിനപ്പോൾ പോകേണ്ട ആവശ്യം നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു 3 സ്റ്റെപ്പിൽ വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പിൽ ഒരു ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫേഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ പാർലറിൽ പോയി ചെയ്യണ പോലെ ഫസ്റ്റ് ക്ലെൻസിങ്, പിന്നെ ഒരു സ്ക്രബൊക്കെ ചെയ്തിട്ട് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു പാക്ക് ഇടുക. അങ്ങനെ 3 സ്റ്റെപ്പിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസമല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ചെയ്തിട്ട് ഒരു അടിപൊളി ഒരു ഗ്ലോയി ലുക്കൊക്കെ ആ ഫംഗ്ഷനിലെ ഡേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പാക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വീട്ടിലുള്ള എല്ലാ ഐറ്റംസും തന്നെയാണ്. പുറത്തുനിന്ന് നമുക്ക് എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെ ഫേസിന് അത്യാവശ്യം നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയണമെങ്കിൽ ഞാനിങ്ങനെ ഒരു DIY പാക്കിൻ്റെ ഒന്നും ഒരു ഫാനൊന്നും ആയിരുന്നില്ല. ബട്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. കാരണം അടിപൊളിയാണ് അതിൻ്റെ ഒരു റിസൾട്ടും. പിന്നെ നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയി, ഫേസൊക്കെ ഒന്ന് ഹെൽത്തി ആയി എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് വരും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈം കണ്ടെത്തി ചെയ്യണമെന്നുള്ളൂ. നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ ആക്കുക. എന്നിട്ട് പിന്നെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ പണികളുടെ ഇടയിൽ തന്നെ അടുത്ത സ്ക്രബൊക്കെ ഒന്ന് ആക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ടൊരു ടൈം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒഴിഞ്ഞിരിക്കുന്ന ടൈമാണെങ്കിൽ അപ്പോഴും ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മോർണിംഗ് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒന്ന് സ്ക്രബൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ അതും വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പാക്ക് ഇട്ടിട്ടൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കാര്യങ്ങളും നടക്കും, ഇതും നടക്കും. നമ്മളെ സ്കിന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അധികം ടൈം അതിനായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. കുറേ പൈസ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടിപൊളി റിസൾട്ടാണ്. കണ്ടിന്യൂസ്ലി ഇങ്ങനെ DIYs ഒക്കെ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഫീൽ ചെയ്ത് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞിട്ട് ഓവറാക്കണില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ഞാനിവിടെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പാലാണ്. മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പാൽ വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യണത്. ഞാനിതാ ഇങ്ങനെ ഒരു ബൗളിൽ പാലെടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ടിഷ്യൂ നല്ല പോലെ ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ നമുക്ക് റിസൾട്ട് വേണമെന്ന് കരുതിയിട്ട് നല്ല പോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 to 5 minutes ഒന്ന് വെക്കുക. അതൊന്ന് മുഖത്ത് പിടിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ മമ്മ ഫേസ് പാക്ക് ഇട്ടാൽ എപ്പോഴും വരുന്ന ആളിതാ വന്നിട്ടുണ്ട്. അല്ല, അതിനവിടെ തന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് എണ്ണ, നോർമൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കോഫി പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറുണ്ടോ, കുറച്ച് തരിതരിയുള്ള കോഫി പൗഡറാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബ്രൂ ആണ്. അപ്പോൾ ഞാൻ ബ്രൂ ആഡ് ചെയ്തെടുക്കാൻ പോവാം. ബ്രൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ സ്കിന്നിലൊരു ഇങ്ങനെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഓയിലും യൂസ് ചെയ്യാറുണ്ട്, നോർമൽ പച്ചവെള്ളത്തിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ
ഇപ്പോൾ എനിക്ക് തോന്നി ഓയിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഓയിൽ മിക്സ് ചെയ്യുക. പിന്നെ പിമ്പിൾസും കാര്യങ്ങളും ഓയിലായാലും ഫേസിലായാലും വരുന്നുള്ളവർ ഈ സ്റ്റെപ്പിൽ ഈ കോഫി പൗഡറിൻ്റെ കൂടെ പാൽ വേണമെങ്കിൽ പാൽ തന്നെ ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ആഡ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സൗണ്ട് കേൾക്കണില്ലേ? അപ്പോൾ നമ്മൾ സ്കിൻ അത്രയും എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സ്ക്രബ് കൊടുക്കുകയാണ്. ഞാൻ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ ഓയിലാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ സ്കിന്നിലെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മസാജ് ചെയ്യുമ്പോൾ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാണ്ട് നമ്മളെ ഫേസിലെ സ്കിന്നൊക്കെ അത്രയും സോഫ്റ്റ് ആവും. ആ തരി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു വീക്ക്ലി 2 times ഒക്കെ ഇങ്ങനെ ഒരു പാക്ക് ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ അങ്ങനെ വല്ലാണ്ട് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഒരു 5 minutes വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 5 minute ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ഇനി പോയിട്ട് വാഷ് ചെയ്ത് വരട്ടെ. ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് അത്യാവശ്യം ഓയിലി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ജെൻറ്റിലായിട്ടുള്ള ഏതെങ്കിലും സോപ്പ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക. കാരണം ഇനി നമുക്ക് പാക്ക് ഇടാനുള്ളതാണല്ലോ. ഓയിൽ അങ്ങനെ നിന്നാൽ ചിലപ്പോൾ പാക്ക് ഫേസിൽ പിടിക്കില്ല. അപ്പോൾ ഒന്ന് ജെൻറ്റിലായിട്ട് ഒന്ന് സോപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതായത് എൻ്റെ ഫേസിൽ ഒന്നും നോക്കില്ല, ഒരു മേക്കപ്പില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്ക്രബ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ലുക്ക് അറ്റ് ദ ഗ്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി തേർഡ് സ്റ്റെപ്പാണ്. ഫേസ് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. പാക്കിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതാ ഇത്ര ഹണി എടുക്കുന്നുണ്ട്. ആ ഹണി ഇതിലിട്ട് കൊടുത്തിട്ട് കുറച്ചിതാ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫേസിലുള്ളത് മാത്രമേ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നെക്കിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇതെനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ നെക്കിലൊന്നും അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇതിലിപ്പോൾ ഹണി, കുറച്ച് അരിപ്പൊടി, നമ്മൾ നോർമലി വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പൊടി മതി. പിന്നെ ഇതാ കുറച്ച് പാലും. ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഇതിൻ്റെ പകരം വെള്ളം ആഡ് ചെയ്താൽ മതി. നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ മിക്സ് ഇതാ കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാറിപ്പോകുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഒന്നുകൂടി തിക്കാക്കാം. അതുള്ളൂ അത് ഫേസിൽ കറക്റ്റ് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ചിറങ്ങും. യെസ്, ദിസ് ഈസ് ദ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, ഞാനിതിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പേ എൻ്റെ ഫേസ് ഒന്ന് തുടച്ചിട്ട് വരാം കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഓക്കെയാണ്. ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മളെ ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. കാരണം ആ സ്ക്രബ് ഇട്ടതിൻ്റെ ശേഷം ഫേസ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇതൊരു മിറാക്കിൾ പാക്കാണ്. നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. ഇതൊരു വീക്ക്ലി 2 ഒക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫേസ് ഭയങ്കര ഹെൽത്തി സ്കിന്നായ പോലെ തോന്നും കേട്ടോ. ഇത് നല്ല കട്ടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യട്ടെ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഏത് പാക്ക് ഇട്ടാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറുകണ പോലെ അങ്ങനെ ഡ്രൈ ആവാൻ നമ്മൾ വെക്കരുത്. ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ കുറച്ച് പാൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ടോ ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം കൂടി അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നാലും ഓവർ ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ വാഷ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ പിങ്കിൾസ് ചുളിവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ഒന്നും സ്കിന്നിൽ വെച്ച് ഡ്രൈ ആക്കരുത്.
ഫേസിലൊന്നും വെച്ച് ഡ്രൈ ചെയ്യരുത്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പാലിൻ്റെയൊക്കെ പാക്കാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പാക്കിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നോർമലി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സ്കിന്നിലിട്ടിട്ട് ഓവർ ഡ്രൈ ആവാൻ വേണ്ടി വെക്കരുത്. അപ്പോൾ അതിങ്ങനെ നമ്മളെ സ്കിന്നിൽ ചുളിവുകൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. മൂക്കിലൊക്കെ ആവണുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പാക്ക് ഇടുന്നവർക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി 2 times ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നൊക്കെ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ് ഒരു പാക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരും മിസ് ചെയ്യാതെ കാണുക. അത് നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുതന്നെ ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അത് നമ്മുടെ ഹെയറും സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ വേറെ കുറേ പാക്കിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊക്കെ പോയി കാണുക. കാരണം ചിലപ്പോൾ ഈ പാക്ക് പറ്റാത്തവർക്ക് അതേതെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോക്കുക. അപ്പോൾ എൻ്റെ പാക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാത്തത് ഇപ്പോൾ വെറ്റായ പോലെ ഇരിക്കുന്നത് തോന്നുന്നത്. നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല, ഒന്ന് ഡ്രൈ ആയിട്ട് ഇതാ ഓരോ ഭാഗം ഇങ്ങനെ നമുക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഭയങ്കര ഫ്ലോയി ആയി തോന്നുന്നത് റിംഗ് ലൈറ്റിൻ്റെ കാരണമാണ്. അപ്പോൾ ഇനി ഞാനിതാ പാൽ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തൊടുമ്പോൾ കണ്ടോ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയാൽ മതി. കാരണം ഓവർ ഡ്രൈ ആയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് റിങ്കിൾസും കാര്യങ്ങളും വരും. പാൽ വെച്ചിട്ടൊന്നിങ്ങനെ നനച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ എൻ്റെ ഫേസിൽ ഇതാ ഇത്രയും ഡിഫറൻസ് ഉണ്ട്, നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന അമ്മമാർക്കും പിന്നെ അതുപോലെ വീട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്ന് പാൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. പിന്നെ ഒന്ന് പാല് മാറ്റിയിട്ട് കുറച്ച് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കാപ്പിപ്പൊടിയും കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, വേറെ എന്തെങ്കിലും പണികളെടുക്കുക. പിന്നെ വന്നിട്ട് ഒരു പാക്ക് ഇടുക, അതിന് കുറച്ച് അരിപ്പൊടി എടുക്കുക, പിന്നെ കുറച്ച് തേനും, അതൊക്കെ കിച്ചണിൽ തന്നെ ഉണ്ടാവുന്ന ഐറ്റംസാണ്. പിന്നെ കുറച്ച് പാൽ കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് അത് ഡ്രൈ ആവാനും പിന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ അത് ഡ്രൈ ആവും. അപ്പോൾ ഒന്നിങ്ങനെ പിന്നെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുക. നമ്മുടെ പണികളും നടക്കും, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫേസും അത്യാവശ്യം നല്ല സ്കിന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ പാക്കാണ്, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പാർലറിൽ പോകാൻ അഫോർഡബിൾ ആവാത്തവരും പാർലറിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തിനാപ്പോൾ പോകേണ്ട ആവശ്യം, നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞിട്ട് നിങ്ങളെ അത്രയും പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ഈ പാക്ക് ഒന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു ആമസോൺ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്നും കയറി കണ്ടോക്കട്ടോ. അടിപൊളി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോക്കുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ ബൈ.